Good morning. Good morning. എല്ലാരും എവിടെ പോയി? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്രിവേഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ എത്ര എണ്ണം നമ്മൾ ഫിനിഷ് ചെയ്തായിരുന്നു? 165 വരെയാണ് പറഞ്ഞത് അബ്രിവേഷൻസ്. അപ്പൊ അതിൽ ഓരോ പേജിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ടിക്ക് ഇട്ട് വെച്ചത് മാത്രം നിങ്ങൾ പഠിക്കുക. ഓക്കെ, 165 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് അത് മാത്രം നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 166 ആണ് കേട്ടോ. 166 166ാമത്തെ അബ്രിവേറ്റഡ് ഫോം ആണ് നോക്കുന്നത്. LSD. LSD എന്ന് പറഞ്ഞാൽ ലൈസർജിക് ഡൈ ഈഥൈൽ അമൈഡ്. ലൈസർജിക് ആസിഡ് ഡൈ ഈഥൈൽ അമൈഡ് ആണ് LSD എന്ന് പറയുന്നത്. LUL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്സ്. ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. പിന്നെ അടുത്തത് LUQ എന്നുള്ളതും ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് തന്നെയാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം വരുന്നത്. നെക്സ്റ്റ് 169 LVN ആണ്. ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ് ആണ് LVN എന്ന് പറയുന്നത്. പിന്നെ M എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മീറ്റർ ആണ് M. പിന്നെ MAE എന്ന് പറഞ്ഞാൽ മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. നെക്സ്റ്റ് MAEW എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. നെക്സ്റ്റ് MAP എന്ന് പറഞ്ഞാൽ മീൻ ആർട്ടീരിയൽ പ്രഷർ. മീൻ ആർട്ടീരിയൽ പ്രഷർ, ധമനികളിലെ മർദ്ദം എന്നാണ് മീൻ ആർട്ടീരിയൽ പ്രഷർ. പിന്നെ MCG എന്ന് പറഞ്ഞാൽ മൈക്രോഗ്രാം ആണ്. മൈക്രോഗ്രാം. MCL എന്ന് പറഞ്ഞാൽ മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലെഡ്. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലെഡ് ആണ് MCL എന്ന് പറയുന്നത്. നെക്സ്റ്റ് 176 സ്മോൾ ലെറ്റർ M ആണ്. MEQ എന്ന് പറഞ്ഞാൽ മില്ലി ഇക്വാലന്റ്. മില്ലി ഇക്വാലന്റ്. MG എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം. ഇതൊക്കെ പഠിച്ചാണ്. M എന്ന് പറഞ്ഞാൽ മീറ്റർ, MG എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം. MI എന്ന് പറഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഒരു സ്ട്രോക്ക് പോലെ, ഹൃദയാഘാതം എന്നൊക്കെ പറയും. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. പിന്നെ 179 എന്ന് പറഞ്ഞാൽ MICU മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓർ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ടും MICU തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓപ്ഷൻസ് നോക്കി ഇതിൽ ഏതാണ് തന്നേക്കണേന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അവിടെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് MIN എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ഇതൊക്കെ നമ്മളൊക്കെ അറിയാവുന്നതാണ്. MIN മിനിറ്റിനെ ഷോർട്ട് ചെയ്ത് എഴുതുന്നതാണ് MIN. ML എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ. MM എന്ന് പറഞ്ഞാൽ മില്ലി മീറ്റർ. HG എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. HG എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. മെർക്കുറിയുടെ HG ആണ്. HG എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ആണ് MRI എന്ന് പറയുന്നത്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്
MS എന്ന് പറഞ്ഞ മോർഫിൻ സൾഫേറ്റ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അത് രണ്ടും MS-ലാണ്. ഇങ്ങനെ രണ്ടെണ്ണം ഒക്കെ ഉള്ളത് നിങ്ങൾ നോക്കുക, കറക്റ്റ് ഏതാണോ വരുന്നതെന്ന് നോക്കിയിട്ട് എഴുതണം കേട്ടോ. മോർഫിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ MS തന്നെയാണ്. അതുപോലെ തന്നെ MS എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു എക്സ്പാൻഡഡ് ഫോമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ കലകള്, സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ അത് ഹാർഡ് ആകുന്ന ഒരവസ്ഥയാണ് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത MsO4 എന്ന് പറഞ്ഞ മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ്. MVA എന്ന് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVC എന്ന് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ക്രഷ്. ക്രാഷ് ആണ് കേട്ടോ, CRASH, ക്രാഷ്, മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഇങ്ങനെ 166 തുടങ്ങി 188 വരെയുള്ളതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. LVN 169, LVN ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ് LVN. പിന്നെ MI എന്നുള്ളത് 178, 178ാമത്തെ MI എന്നുള്ളത് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. മയോകാർഡിയൽ ഇൻഫെക്ഷൻ MI എന്നുള്ളത്. പിന്നെ 179 MICU മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓർ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതും പഠിക്കണം. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വന്നത് 184 ആണ്, MRI ആണ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. പിന്നെ 187 MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ഇത്രയും മാത്രം ആ ഒരു പേജിൽ നിന്ന് പഠിക്കാം. നമ്പേഴ്സ് മാത്രം ഒന്നുകൂടി പറയാം. 169, 178, 179, 184, 187. ഓക്കെ, ഇത്രയും എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഇത് മാത്രം ആ പേജിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് 189 MVP മിട്രൈൽ വാൽവ് പ്രോലാപ്സ്. മിട്രൈൽ വാൽവ് പ്രോലാപ്സ് MVP എന്ന് പറയുന്നത്. ഇനി എന്ന് പറഞ്ഞത് വെറും N, ക്യാപിറ്റൽ N സൂചിപ്പിക്കുന്ന നോർമൽ ആണ്. നോർമലിനെയാണ് എന്ന് പറയുന്നത്. Na എന്ന് പറഞ്ഞാൽ സോഡിയം. അത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. സോഡിയത്തിന്റെ പ്രതീകമാണ് Na എന്ന് പറയുന്നത്. Na. ഇനി നോക്കിയേ, Na എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പൊ സോഡിയം എന്ന് പറഞ്ഞ N സ്മോൾ ലെറ്റർ A ആണ് കേട്ടോ. Na എന്ന് പറയുന്ന സോഡിയം. Na ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, അല്ലെങ്കിൽ N/A എന്നാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം. നോട്ട് ആപ്ലിക്കബിൾ. നെക്സ്റ്റ് NaCl സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് കറിയുപ്പിന്റെ, അതും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച സോഡിയം ക്ലോറൈഡിന്റെ ഏതാ വാക്യം? NaCl. നെക്സ്റ്റ് NaD എന്ന് പറയുന്നത് നോ അപ്പാരന്റ് ഡിസ്ട്രസ് ഓർ നോ ആപ്ലിക്കബിൾ ഡിസീസ്. നോൺ അപ്പാരന്റ് ഡിസ്ട്രസ് ഓർ നോൺ ആപ്ലിക്കബിൾ ഡിസീസ് NaD. ഇനി അടുത്ത NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് NaHCO3 എന്ന് പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റിന്റെ ഒരു അബ്രിവേറ്റഡ് ഫോം ആണ് NaHCO3. NC എന്ന് പറഞ്ഞ നേസൽ കാനുല. നേസൽ കാനുല. കാനുല എന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബ്, നാരോ ട്യൂബാണ് കാനുല എന്ന് പറയുന്നത്. ഇതൊക്കെ ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ ബോഡിയിലേക്ക് എടുക്കാനും ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ് ട്യൂബാണ് നേസൽ കാനുല എന്ന് പറയുന്നത്. ഓക്കെ, കാനുലയാണ് കേട്ടോ, സോഫ്റ്റ് നാരോ ട്യൂബ്. നേസലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നേസൽ കാനുല. NG എന്ന് പറഞ്ഞാൽ നാസോ ഗ്യാസ്ട്രിക്. നാസോ ഗ്യാസ്ട്രിക് ആണ് NG. NICU നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഈ കുട്ടികളെയൊക്കെ കേൾക്കുന്നത് നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് NICU. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർക്കുടെ ICU കേട്ടോ, നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NIDDM
നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ് NIDDM എന്ന് പറയുന്നത്. നെക്സ്റ്റ് NKA നോ നോൺ അലർജീസ്. അറിയപ്പെടുന്ന അലർജികളൊന്നും ഇല്ല, അതാണ് നോ നോൺ അലർജീസ്. NKDA നോ നോൺ ഡ്രഗ് അലർജീസ്. മരുന്നുകളോട് അലർജി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ ഒരു ഇത് നമ്മൾ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പേഷ്യന്റ് ഡീറ്റെയിൽ എഴുതുമ്പോൾ ഈ ഒരു ഷോർട്ട് ഫോമിലായിരിക്കും അവിടെ കൊടുക്കുന്നത്. NKDA എന്ന് പറഞ്ഞാൽ നോ നോൺ ഡ്രഗ് അലർജീസ്. അടുത്ത NPA എന്ന് പറഞ്ഞാൽ നാസോഫാരിയൽ എയർവേ. നാസോഫറങ്കൽ ആണ് കേട്ടോ, നാസോഫറിങ്കൽ എയർവേ. ഫറിങ്കൽ, നാസോഫറിങ്കൽ എയർവേ, NPA എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് NPO 203. NPO എന്ന് പറഞ്ഞാൽ നിൽ പെർ ഓസ്. നെക്സ്റ്റ് NS എന്ന് പറഞ്ഞാൽ നോർമൽ സലൈൻ. നോർമൽ സലൈൻ ആണ് NS. NSR നോർമൽ സൈനസ് റിതം. നോർമൽ സൈനസ് റിതം. നെക്സ്റ്റ് NTG എന്ന് പറഞ്ഞാൽ നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ. നെക്സ്റ്റ് ആണ് N/V എന്ന് പറഞ്ഞാൽ നോസിയ ആൻഡ് വൊമിറ്റിംഗ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള നോസിയ വൊമിറ്റിംഗ് ഒക്കെ. N/V എന്ന് പറഞ്ഞാൽ നോസിയ ആൻഡ് വൊമിറ്റിംഗ്. നെക്സ്റ്റ് N/V/D ആണ് നോസിയ, വൊമിറ്റിംഗ്, ഡയേറിയ, വയറിളക്കം, ഡയേറിയ. അടുത്തത് NVD എന്ന് പറഞ്ഞാൽ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ആണ് NVD. O2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓക്സിജൻ, ഓക്സിജനെ കാണിക്കുന്നതാണ് O2. OB എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രെറ്റിസ്. ഒബ്സ്ട്രെറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഗ്നൻസി, ഇത് പ്രസവം, ഗർഭധാരണം എന്നിവയൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഒബ്സ്ട്രെറ്റിസ് എന്ന് പറയുന്നത്. ഒബ്സ്ട്രെറ്റിസ് പ്രസവ ചികിത്സ മീനിങ് ഉണ്ട് ഒബ്സ്ട്രെറ്റിസ്, OP. ഇത്രയും 189 മുതൽ 211 വരെയുള്ളതില് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 196 NC nasal cannula. NC. 197 NG nasogastric. Nasogastric. Next 198 ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NICU നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ അത് മൂന്നും പഠിക്കാം. 196, 197, 198. ഓക്കെ. ഇനി നെക്സ്റ്റ് 205 പഠിച്ചാൽ മതി. NSR നോർമൽ സൈനസ് റിതം. നോർമൽ സൈനസ് റിതം NSR. പിന്നെ 208 N/V/D എന്ന് പറയാം നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ഡയേറിയ. അത്രയും മാത്രം ആ ഒരു പേജിൽ നിന്ന് പഠിക്കുക. 196, 197, 198, 205, 208. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് 212 ആണ് OBS എന്ന് പറഞ്ഞത്. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം ആണ് OBS എന്ന് പറയുന്നത്. OD എന്ന് പറഞ്ഞാൽ ഓവർ ഡോസ് അല്ലെങ്കിൽ റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഔട്ട്സൈഡ് ഡയമീറ്റർ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. നേത്ര സംരക്ഷണ വിഭാഗം, അതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഇതെല്ലാം OD എന്ന് പറഞ്ഞ ഒരു അബ്രിവേറ്റഡ് ഫോമും കൊണ്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് OP ആണ് ഔട്ട് പേഷ്യന്റ്. നിങ്ങൾക്കറിയാം OP IP ഒക്കെ പഠിച്ചത് ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്. OP ഔട്ട് പേഷ്യന്റ്. OPA എന്ന് പറഞ്ഞാൽ ഓറോഫറങ്കിയൽ എയർവേ. ഓറോഫറങ്കിയൽ എയർവേ OPA. OR എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് റൂം ആണ്. ഓപ്പറേറ്റിംഗ് റൂം OR. OS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐ ആണ്. OS അതെന്താന്ന് വെച്ചാൽ അത് രണ്ടും
നോക്കിയേ, ലെഫ്റ്റ് ഐക്ക് LE എന്നല്ല അവിടെ തന്നേക്കുന്നത്, OS എന്നാണ്. അതുപോലെ OU എന്നാണ് ബോത്ത് ഐസ് പറഞ്ഞേക്കുന്നത്. അത് രണ്ടും ഒരു ലാറ്റിൻ വേർഡ് ആണ്, ഒരു ട്രഡീഷണൽ അബ്രിവേഷൻ ആണ് കേട്ടോ. അത് രണ്ടും നോക്കുക. OS ലെഫ്റ്റ് ഐയും OU എന്ന് പറഞ്ഞാൽ ബോത്ത് ഐയും ആണ്. ഇതൊരു ട്രഡീഷണൽ അബ്രിവേറ്റഡ് ഫോം ആണ്, ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഓക്യുലസ് സിനിസ്റ്റർ എന്ന് പറഞ്ഞു, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. ഇതൊന്നും നോക്കണ്ട, ആ ഒരു ലാറ്റിൻ വേർഡിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് OS. ലെഫ്റ്റ് ഐക്ക് ഒരു ലാറ്റിൻ മീനിങ് ആണ്, ലാറ്റിൻ വേർഡ് ആണ് ഇത് ഓക്യുലസ് സിനിസ്റ്റർ എന്ന് പറഞ്ഞത്. അതിന്റെ ലാറ്റിൻ വേർഡ് ആണ് അത്, അതിന്റെ മീനിങ് ലെഫ്റ്റ് ഐ എന്നാണ്. അപ്പൊ അതാണ് അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആയിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ OQ എന്ന് പറഞ്ഞാൽ ഓസിലസ് യൂട്രിക് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡ് ആണ്, അതിന്റെ അർത്ഥം ബോത്ത് ഐ എന്നാണ്. അപ്പൊ അത് രണ്ടും ഒരു ട്രഡീഷണൽ അബ്രിവേഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ OS എന്ന് പറഞ്ഞ ഔൺസ് ആണ്, P എന്ന് പറഞ്ഞ ആഫ്റ്റർ, PC എന്ന് പറഞ്ഞ ആഫ്റ്റർ മീൽസ്, PCO2 എന്ന് പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. CO2 നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഇതെന്താ, PCO2 എന്ന് പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. PDR എന്ന് പറഞ്ഞ ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ്, ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ് ആണ് PDR. PE എന്ന് പറഞ്ഞ പൾമിനേറ്ററി എംബോളിസം ഓർ ഫിസിക്കൽ എക്സാമിനേഷൻ. ഇത് രണ്ടും PE സൂചിപ്പിക്കുന്നതാണ്, പൾമോണറി എംബോളിസം അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ അടുത്ത PEA എന്ന് പറഞ്ഞ പൾസ് ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, പൾസ് ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. PEARL എന്ന് പറഞ്ഞ പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്, പീപ്പിൾ ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് ആണ് PEARL എന്ന് പറഞ്ഞത്. PED പീഡിയാട്രിക്, പീഡിയാട്രിക് എന്ന് പറഞ്ഞ എന്താ, പീഡിയാട്രിക് ഏതാ, പീഡിയാട്രിക്സ് ഏതാ, എന്തായിട്ടുള്ളതാ? കുട്ടികളുടെ, ഓക്കെ, കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതാണ് അല്ലെ. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ജനറൽ സർജനെ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടറിനെ അല്ല കാണുന്നത്, നമ്മളാരാ പീഡിയാട്രിക്കിനെയാണ് കാണുന്നത്. പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രന്റെ, ഇൻഫന്റ്, കുട്ടികളുടെ, ശിശുക്കളുടെ, കുട്ടികളുടെയൊക്കെ ആ ഒരു സെക്ഷനാണ് ഇത് പീഡിയാട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, കിഡ്സ്, കുട്ടികളുടെ. നെക്സ്റ്റ് PEEP എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. PERL എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. PERRL എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. PH എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ്. PH വാല്യൂ കേട്ടിട്ടില്ലേ, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. PPID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. PND എന്ന് പറഞ്ഞാൽ പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പിനിയ എന്ന് പറഞ്ഞത്, പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പിനിയ, PND എന്ന് പറയുന്നത്. അതില് നിങ്ങൾ 5 എണ്ണം പഠിച്ചാൽ മതി. 212 പഠിക്കുക. OBS, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം, OBS. പിന്നെ അടുത്തത് OR, ഓപ്പറേറ്റിംഗ് റൂം, OR എത്രാമത്തെ, 216 ആണ് കേട്ടോ. 212, 216 OR. പിന്നെ പഠിക്കേണ്ടത് PDR 223 ടിക്ക് ചെയ്തോ. PDR ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്, ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ് PDR. പിന്നെ അടുത്ത് PED പീഡിയാട്രിക്സ്, അത് പഠിക്കണം. PED എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് PPID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇത്രയും മാത്രം ആ ഒരു പേജിൽ നിന്ന് പഠിക്കാം. നമ്പർ പറയാം, 212. ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് എഴുതിക്കോ. 212, 216, 223, 227, 232, 212, 216, 223, 227, 232. ഈ 5 എണ്ണം മാത്രം ഈ ഒരു പേജിൽ നിന്ന് പഠിക്കുക. ഓക്കെ, 2-3 പേജും കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഒരു അബ്രിവേഷൻസ് കഴിയും.
ഈ പേജിൽ അടയാളപ്പെടുത്തിയത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതാണ്. രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ ഉണ്ടാവില്ല മിക്കവാറും. 2-3 അബ്രിവേറ്റഡ് ഫോം ഒക്കെ എഴുതാൻ എക്സാമിന് ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇതിൽ നിന്ന്. പിന്നെ നോക്കിയേ, 234 ആണ് ഇനി നോക്കുന്നത്. PO എന്ന് പറഞ്ഞ PO പെർ OS ബൈ മൗത്ത്. പിന്നെ 235 PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓർ പോസ്റ്റ് OP, ശസ്ത്രക്രിയാനന്തരം, പോസ്റ്റ് ഓപ്പറേറ്റീവ് PO. നെക്സ്റ്റ് PO2 എന്ന് പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആണ് O2 എന്ന് പറയുന്നത്. P എന്ന് പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് PO2. നെക്സ്റ്റ് PRN എന്ന് പറഞ്ഞ ProRenator as needed. നെക്സ്റ്റ് PSI എന്ന് പറഞ്ഞ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. നെക്സ്റ്റ് PSVT എന്ന് പറഞ്ഞ പാരോക്സിമൽ സൂപ്പർ വെൻട്രിക്കുലാർ ട്രക്കികാർഡിയ. നെക്സ്റ്റ് PT എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണ്. അതൊന്ന് നോക്കി, പിയും സ്മോൾ ലെറ്റർ ടിയും ആട്ടോ പേഷ്യന്റ് എന്നുള്ളത് കാണിക്കുന്നത്. PT പേഷ്യന്റ് ആണ്. നെക്സ്റ്റ് PT ക്യാപിറ്റൽ PT ആണ്, ഫിസിക്കൽ തെറാപ്പിനെയാണ് കാണിക്കുന്നത്. അത് മാറിപ്പോരുത് കേട്ടോ. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പിയും സ്മോൾ ലെറ്റർ ടിയും ആണ് ഡിനോട്ട് ചെയ്യുന്നത് പേഷ്യന്റിന്. PT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ തെറാപ്പിയാണ്. നെക്സ്റ്റ് PTA എന്ന് പറഞ്ഞാൽ പ്രയർ ടു അഡ്മിഷൻ ഓർ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ്. ആണ് PTA. നെക്സ്റ്റ് PTT എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം ആണ് PTT. PVC എന്ന് പറഞ്ഞാൽ പ്രീമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് ആണ്. ഓർ പോളിവിനൈൽ ക്ലോറൈഡിനും PVC എന്ന് പറയും. കെമിസ്ട്രിയിലൊക്കെ ഇതാണ് നമ്മൾ പറയുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ് ആണ് PVC എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് PVD എന്ന് പറഞ്ഞാൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. പിന്നെ Q, സ്മോൾ ലെറ്റർ Q സൂചിപ്പിക്കുന്ന എവരി ഡേ. QD ആണെങ്കിൽ Q എന്ന് പറഞ്ഞാൽ എവരി കേട്ടോ. QD എന്ന് പറയുമ്പോഴാണ് എവരി ഡേയുടെ ഇതും കൂടി ചേർന്നിട്ട് ഡിയും കൂടി ചേർന്നിട്ട് എവരി ഡേ. QH എന്ന് പറഞ്ഞാൽ എവരി ഹവർ. നെക്സ്റ്റ് QID എന്ന് പറഞ്ഞാൽ 4 times a day. നെക്സ്റ്റ് QOD എന്ന് പറഞ്ഞാൽ എവരി അതർ ഡേ, മറ്റെല്ലാ ദിവസവും. എവരി അതർ ഡേ. എവരി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും. എവരി അവർ എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറും. 4 times a day എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം? 4 തവണ. 4 times a day, ഒരു ദിവസത്തില് 4 തവണ. എവരി അതർ ഡേ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ദിവസവും. നെക്സ്റ്റ് RA എന്ന് പറഞ്ഞാൽ റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഓർ റൈറ്റ് ഏട്രിയത്തിനും RA എന്ന് പറയാം, അല്ലെങ്കിൽ റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്. നെക്സ്റ്റ് RAD എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എയർവേ ഡിസീസ് ഓർ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. നെക്സ്റ്റ് RBC, ഇത് പഠിച്ചല്ലേ നമ്മള് ബ്ലഡ് ബാങ്കിൽ RBCയുടെ പറയണ്ടല്ലോ. എന്താണ്? റെഡ് ബ്ലഡ് സെൽസ്, RBC. നെക്സ്റ്റ് RH ഫാക്ടറും അതിൽ പഠിച്ചാണ്. റീസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം തന്നേക്കണ റോഡിയാണ്. നമ്മൾ കെമിസ്ട്രിയില് ഒരു ഇലമെന്റ് ആണ് റോഡിയം എന്ന് പറയുന്നത്. അതിന്റെ ഒരു നമ്മൾ എന്താ പറയാ, ഒരു അറ്റോമിക് നമ്പർ ഒരു 45 ആയിട്ടുള്ള ഒരു ഇലമെന്റ് ആണ് റോഡിയം എന്ന് പറയുന്നത്. RH കെമിസ്ട്രിയിലാണെങ്കിൽ RH എന്ന് പറയുന്ന റോഡിയോ. നമ്മൾ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ റീസസ് ബ്ലഡ് ഫാക്ടറും ആണ് RH എന്ന് പറയുന്നത്. അത് R ക്യാപിറ്റലും സ്മോൾ H ആയിരിക്കും.
നെക്സ്റ്റ് RHD എന്ന് പറഞ്ഞാൽ റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്. റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണ്. ഇതിനകത്ത് 5 തന്നെ പഠിച്ചാൽ മതി. PT അത് നമ്മൾ പറഞ്ഞതാണ്. PT ഏതാണ്? PT 240. PT എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് കേട്ടോ, പേഷ്യന്റ്. നെക്സ്റ്റ് നിങ്ങൾ PVC പഠിക്കാം, പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. അത് രണ്ടും ഇതുപോലെ ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതാം. പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സിനെയാണ് PVC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് 253 പഠിച്ചത് തന്നെയാണ്, RBC റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ അടുത്തത് 254 പഠിക്കുക, RH റീസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ റോഡിയം. പിന്നെ അടുത്തത് 255 RHD റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഈ 5 മാത്രം പഠിച്ചാൽ മതി. നമ്പർ ഒന്നുകൂടി പറയാം, 240, 244, 253, 254, 255. ഇതിൽ 2-3 നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ്. RL എന്ന് പറഞ്ഞാൽ റിംഗേഴ്സ് ലാക്ടേറ്റ്. റിംഗേഴ്സ് ലാക്ടേറ്റ് ആണ് RL എന്ന് പറയുന്നത്. RLL ആണെങ്കിൽ, RLL എന്നാണെങ്കിൽ റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്, ശ്വാസകോശത്തിന്റെ വലത് താഴത്തെ ഭാഗം, ലങ്സിന്റെ വലത് താഴത്തെ ഭാഗം. അതാണ് RLL എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് RLQ എന്ന് പറഞ്ഞാലും ഏതാണ്? റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. R എന്ന് പറഞ്ഞ രജിസ്ട്രേഡ് നേഴ്സ്. R എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഡ് നേഴ്സ് ആണ് RN. R/O എന്ന് പറഞ്ഞാൽ റൂൾ ഔട്ട്. റൂൾ ഔട്ട് റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്നുള്ളത്, റൂൾ ഔട്ട്. നെക്സ്റ്റ് ROM എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് മോഷൻ ഓർ റുപ്ചർ ഓഫ് മെംബ്രെയിൻ. റുപ്ചർ എന്ന് പറഞ്ഞാൽ വിള്ളൽ എന്നുള്ള ഒരു മീനിങ് ആണ്. റുപ്ചർ ഓഫ് മെംബ്രെയിൻ, റേഞ്ച് ഓഫ് മോഷൻ ഓർ റുപ്ചർ ഓഫ് മെംബ്രെയിൻ. നെക്സ്റ്റ് RUL എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്സ്. റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്സ്. RUQ എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നെക്സ്റ്റ് RX. RX എന്ന് പറഞ്ഞ പ്രിസ്ക്രിപ്ഷനാണ് കേട്ടോ. RX പ്രിസ്ക്രിപ്ഷൻ. S എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. X വിത്തൗട്ട്. SC എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് സെക്രട്ടറി കമ്പോണന്റ്. സെക്രട്ടറി ആണ് കേട്ടോ, സെക്രട്ടറി കമ്പോണൻസ്. സബ്ക്യൂട്ടേനിയസ് സെക്രട്ടറി കമ്പോണൻസ്, SC. നെക്സ്റ്റ് SICU എന്നാണെങ്കിൽ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ഇത് SICU. നെക്സ്റ്റ് SIDS എന്ന് പറഞ്ഞ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം. സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം. SL എന്ന് പറഞ്ഞാൽ സബ് ലിംഗ്വൽ ആണ്, സബ് ലിംഗ്വൽ. നെക്സ്റ്റ് SOB എന്ന് പറഞ്ഞാൽ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടിലുണ്ടാവുക, ശ്വാസം മുട്ട് പോലെ തോന്നുക, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. പിന്നെ അടുത്തത് SQ എന്ന് പറഞ്ഞ സബ്ക്യൂട്ടേനിയസ്. സബ്ക്യൂട്ടേനിയസ്. നെക്സ്റ്റ് SS സ്മോൾ ലെറ്റർ ആണ്, ഹാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. S/S 2 ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. സൈൻസ് ആൻഡ് സിംറ്റംസ്. STAT എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് STD. STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്.
നെക്സ്റ്റ് ആണ് SUVQ എന്ന് പറഞ്ഞ സബ്ക്യൂട്ടേനിയസ്. SVT എന്ന് പറഞ്ഞ സൂപ്രാ വെൻട്രിക്കുലർ ട്രക്കികാർഡിയ. സൂപ്രാ വെൻട്രിക്കുലർ ട്രാക്കികാർഡിയ. X എന്ന് പറഞ്ഞ സിംറ്റംസ് ആണ്. SYM എന്ന് പറഞ്ഞാലും സിംറ്റംസ്, സിംറ്റംസിനെയാണ് കാണിക്കുന്നത്, ലക്ഷണങ്ങളൊക്കെ സിംറ്റംസ്. X എന്ന് പറഞ്ഞാലും SYM എന്ന് പറഞ്ഞാലും സിംറ്റംസ് തന്നെയാണ് കാണിക്കുന്നത്. അതില് 3 പഠിച്ചാൽ മതി നിങ്ങൾ. അതിന് 259 പഠിക്കണം. 259 R എന്ന് പറഞ്ഞ രജിസ്ട്രേർഡ് നേഴ്സ്. ഓക്കെ, 259 RN രജിസ്ട്രേർഡ് നേഴ്സ്. നെക്സ്റ്റ് 267 SICU, അത് പഠിക്കണം. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് 275 STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമ്പർ ഒന്നുകൂടി പറയാം. 259, 267, 275. ഇത് 3 പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ആ ഒരു പേജ് പഠിച്ചില്ലേ? പഠിച്ചോ? ഏതാ? RN എന്ന് പറഞ്ഞ ഏതാ? രജിസ്ട്രേർഡ് നേഴ്സ്. SICU എന്ന് പറഞ്ഞ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. STD എന്ന് പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ക്ലിയർ അല്ലേ? 3 ടിക്ക് ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ. നെഹ്റിൻ ഫസ്റ്റ് തന്നെ വേഗം തമ്പിടുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. നെഹ്റിന്റെയാണ് വേഗം ഞാൻ കാണാറ്. എന്റെ ഒപ്പം ഇടുന്നവര് ഉണ്ടാവാം. ഓക്കെ, ഇത് 3 പഠിച്ചില്ലേ നിങ്ങള്? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇനി കുറച്ചുള്ളൂ. എല്ലാവർക്കും ബോറടിക്കണ്ട. ഇതിനകത്ത് വേറെ ഒന്നും എക്സ്ട്രാ പറയാനില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് ഇതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽ എന്താണ് അങ്ങനെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് അബ്രിവേറ്റഡ് ഫോം മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാവല്ലേ ഇത് ഫുള്ള് മീനിങ്ങും അതിന്റെ ഫുള്ള് ഏതൊക്കെ പഠിക്കാൻ. ഇനി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം എക്സാമിന് വേണ്ടി പഠിക്കുക. എന്നുവെച്ചാൽ അതിന്റെ അബ്രിവേറ്റഡ് ഫോം മാത്രം പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 280 ആണ്. 280 അല്ലേ? SYM വരെയാണ് നമ്മൾ പറഞ്ഞത് സിംറ്റംസ്. SXും SYN എന്ന് പറഞ്ഞ സിംറ്റംസ്. അത് രണ്ടും സിംറ്റംസ് തന്നെയാണ് കാണിക്കുന്നത്. ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് 280 ആണ്. TAB. TAB എന്താന്ന് നോക്കിയേ? ടേബിള്. ടേബിളിനെ കാണിക്കുന്നതാണ് TAB എന്ന് പറയുന്നത്. ടേബിൾ. TAB ടേബിൾ. നെക്സ്റ്റ് 281 ആണ് TB എന്ന് പറഞ്ഞ ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ആണ് TB. ഓക്കെ, TB ട്യൂബർകുലോസിസ്. നെക്സ്റ്റ് 282 ആണ് TBA എന്ന് പറഞ്ഞ ടു ബി അഡ്മിറ്റഡ്, ടു ബി അനൗൺസ്ഡ്. ടു ബി അഡ്മിറ്റഡ്, ടു ബി അനൗൺസ്ഡ് രണ്ടും ഏതാണ്? TBA എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് TBSP എന്ന് പറഞ്ഞ TBSP ടേബിൾ സ്പൂൺ ആണ്. നമ്മൾ മരുന്നൊക്കെ കുടിക്കുമ്പോൾ പറയല്ലോ ഒരു ടേബിൾ സ്പൂൺ കുടിക്കാന്ന്, ടീസ്പൂൺ. ആ ടേബിൾ സ്പൂൺ ആണ് TBSP എന്ന് പറയുന്നത്. ടേബിൾ സ്പൂൺ. നെക്സ്റ്റ് TECH ഏതാണ്? ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ്. ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റിനെ നമ്മൾ പറയുന്നതാണ്. ടെക് എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് TIA എന്ന് പറഞ്ഞ ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്ക്. ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്ക്. ഇതും നമ്മൾ ബ്ലഡ് അതിന്റെ ഇത് ഫ്ലോയില് ബ്ലോക്കേജ് വന്ന ഒരു ഇതാണ് കേട്ടോ. ബ്രെയിനിലേക്ക് ബ്ലഡ് പോകുന്നതിന്റെ അവിടെ ഒരു ബ്ലോക്കേജ് പോലെ വന്നതാണ് ട്രാൻസിയന്റ് ഇസ്കമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് TID എന്ന് പറഞ്ഞ 3 times a day. 3 times a day. ഒരു ദിവസത്തില് 3 പ്രാവശ്യം. 3 days.
3 times a day. TKO എന്ന് പറഞ്ഞാൽ ടു കീപ്പ് ഓപ്പൺ, ടു കീപ്പ് ഓപ്പൺ. TPR എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. ഓക്കെ, TPR ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അത് മൂന്നുമാണ് TPR എന്ന് പറഞ്ഞ നോട്ട് ചെയ്യണത്. പിന്നെ TSP എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ ആണ്, ടീസ്പൂൺ, ടീസ്പൂൺ. TBSP എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ ആ പറഞ്ഞത്. ഇവിടെ നോക്കിയ ടീസ്പൂൺ എന്നുള്ളത് TSP എന്ന് വേറെ തന്നിട്ടുണ്ട് കേട്ടോ, ടീസ്പൂണ്. TX എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റ്, TX ട്രീറ്റ്മെന്റ്. U എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, യൂണിറ്റിനെ അതിനെ ഷോർട്ട് ചെയ്ത് പറയുന്നതാണ് UA എന്ന് പറഞ്ഞാൽ യൂറിനലിസിസ്. നമ്മള് ബ്ലഡ് യൂറിനൊക്കെ പരിശോധിക്കൂലേ, അനാലിസിസ് എന്ന് പറയാം കേട്ടോ, യൂറിൻ അനാലിസിസ്. അതിന്റെ ഷോർട്ട് ചെയ്തിട്ടാണ് യൂറിൻ അനാലിസിസ് ചെയ്യുന്നതിനാണ് യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നത്. മൂത്ര പരിശോധന, യൂറിനലിസിസ്, മൂത്ര പരിശോധന. പിന്നെ അടുത്ത UE എന്ന് പറഞ്ഞ അപ്പർ എക്സ്ട്രീമിറ്റി, അപ്പർ എക്സ്ട്രീമിറ്റി ആണ് UE എന്ന് പറയുന്നത്. മൂത്ര പരിശോധന, യൂറിൻ കൾച്ചർ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, ഓരോ ടെസ്റ്റിനാണെങ്കിലും രോഗങ്ങൾക്കും യൂറിൻ പരിശോധിക്കാൻ പറയില്ലേ, അത്. പിന്നെ അടുത്തതാണ്, പിന്നെ ഏതാണ്, URI എന്ന് പറഞ്ഞ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. പിന്നെ USP എന്ന് പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ. പിന്നെ UTI എന്ന് പറഞ്ഞ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട്, മൂത്രനാളത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ അടുത്ത VD എന്ന് പറഞ്ഞ വെർനേറിയൽ ഡിസീസ്, വെറീനിറിയൽ, VENEREAL എന്നാണ് കേട്ടോ, വെറീനിയൽ ഡിസീസ്. പിന്നെ VBOL എന്ന് പറഞ്ഞ വോളിയം, VS എന്ന് പറഞ്ഞ വൈറ്റൽ സൈൻസ്, W/ എന്ന വിത്ത്, WBC പഠിച്ചതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WNL എന്ന് പറഞ്ഞ വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, ഉള്ളില് നോർമൽ ലിമിറ്റിന്റെ ഉള്ളില്, W/O എന്ന് പറഞ്ഞ വിത്തൗട്ട് എന്ന്. ഇതിനകത്തും നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങള് TB പഠിക്കണം കേട്ടോ, ക്യാപിറ്റൽ TB, ട്യൂബർകുലോസിസ്, ട്യൂബർകുലോസിസ്, TB, ട്യൂബർകുലോസിസ്. ഓക്കെ, നോക്കിയ TB, ട്യൂബർകുലോസിസ്. നെക്സ്റ്റ് TBA എന്ന് പറഞ്ഞാൽ ടു ബി അഡ്മിറ്റഡ് ഓർ ടു ബി അനൗൺസ്ഡ്, ടു ബി അഡ്മിറ്റഡ്, അഡ്മിറ്റ് ആക്കണം എന്നുള്ള ഒരു ഇത് കാണിക്കുന്ന TBA, ടു ബി അഡ്മിറ്റഡ്. ഓക്കെ, TBSP എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ, ഇത് നമ്മൾ പറഞ്ഞതല്ലേ. ഓക്കെ, നമ്മൾ ഇത് പറഞ്ഞല്ലോ, 303 വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്, വിത്തൗട്ട് വരെ പറഞ്ഞില്ലേ അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു പേജ് പറഞ്ഞതാണ്, ഞാൻ പേജ് മാറ്റാത്തതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഇനി ഇമ്പോർട്ടന്റ് അല്ലേ നമുക്ക് വേണ്ടത്, TB ടിക്ക് കേട്ടോ, ട്യൂബർകുലോസിസ്. പിന്നെ നെക്സ്റ്റ് 284 ടെക് എന്നുള്ളത് കേട്ടോ, TECH, ടെക് എന്നുള്ളത് ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ്, ടെക് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ്. നെക്സ്റ്റ് UTI എന്ന് പറഞ്ഞാൽ 296 യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, 296 യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് 301 പഠിച്ചതാണ് WBC. അപ്പൊ അതിന് 3 പഠിച്ചാൽ മതി. വൈറ്റ് ബ്ലഡ് സെൽസ് നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, ബാക്കി 3 പഠിക്കാം. TB അറിയാം, ട്യൂബർകുലോസിസ്. അപ്പൊ ഏതൊക്കെ നമ്പർ, 281 ഉണ്ട്, 284 ഉണ്ട്, 296 ഉണ്ട്, 301 ഉണ്ട്. ഓക്കെ, ഇത് 4 മാത്രം ആ ഒരു പേജിൽ നിന്ന് പഠിക്കാം. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്.
സിമ്പിളുകളൊക്കെയാണ് ഇവിടെ അടുത്ത ഒരു പേജിലേക്ക് അടുത്ത സെക്ഷനിൽ വരുന്ന സിമ്പിളുകൾ. ഓക്കെ, WT എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്. നമ്മൾ ഇത്ര വെയിറ്റ് എന്നുള്ളത് നമ്മൾ എഴുതുന്ന WT എന്ന് പറഞ്ഞ ഇത്ര വെയിറ്റ്, ഇത്ര കിലോ വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ വെയിറ്റ് കാണിക്കുന്നതാണ് WT എന്ന് പറയുന്നത്. പിന്നെ YO എന്ന് പറഞ്ഞാൽ ഇയർ ഓൾഡ്, എത്ര വയസ്സായെന്നുള്ളത് ഇയർ ഓൾഡ് ആണ് YO. പിന്നെ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്റ്റ്, ഒഴികെ എന്നുള്ളത്, എക്സെപ്റ്റ് ഒഴികെ. പിന്നെ 1 ഇട്ടിട്ട് മുകളിൽ 0 ഇട്ട് കഴിഞ്ഞാൽ ഏതാ? പ്രൈമറി. 2 ഇട്ടിട്ട് 0 എഴുതിയ സെക്കൻഡറി. പ്രൈമറി, സെക്കൻഡറി കാണിക്കുന്നതാണ്. പിന്നെ നോക്കിയേ, മുകളിലേക്ക് ആരോ മാർക്ക് കൊടുത്ത എന്തെന്നാ? ഇൻക്രീസ്ഡ്, വർദ്ധിപ്പിച്ചു എന്നുള്ളത്. താഴേക്കാണെങ്കിൽ ഡിക്രീസ്ഡ്, ഇൻക്രീസ്ഡും ഡിക്രീസ്ഡും. അപ്പൊ 1 ഇട്ടിട്ട് 0 ആണ് പ്രൈമറി, 2 ഇട്ടിട്ടാണെങ്കിൽ സെക്കൻഡറി. പിന്നെ അടുത്തത് മുകളിലേക്ക് വരുന്ന ഇൻക്രീസ്ഡ്, താഴേക്ക് ഡിക്രീസ്ഡ്. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ 0 ഇട്ടിട്ട് ഒരു വഴ ഇങ്ങനെ വെട്ടിക്കളഞ്ഞേക്കുന്ന പോലെയാണ്. അത് നോ, നോട്ട്, നോൺ എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണ്? അത് നിങ്ങൾക്ക് 0 ഇട്ടിട്ട് ഒരു സ്ലാഷ് പോലെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. നോ, നോട്ട്, നോൺ എന്ന് പറഞ്ഞേക്കുന്നതാണ്. R എന്ന് പറഞ്ഞാൽ അറിയാം, റൈറ്റ്. L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് മൈക്രോന്റെ സിമ്പിൾ ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ, മൈക്രോ. പിന്നെ ആൽഫ പഠിച്ചിട്ടുണ്ട്, ബീറ്റ സിമ്പിളുകളാണ് കേട്ടോ. ആ സിമ്പിൾ തന്നിട്ട് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അബ്രിവേറ്റഡ് ഫോം എഴുതാനും പറയാം, തിരിച്ചും പഠിക്കാം. അപ്പൊ ആ സിമ്പിള് എന്തിനെ സൂചിപ്പിക്കണെന്നുള്ളത് എഴുതണം. മൈക്രോ, പിന്നെ അടുത്തത് ആൽഫ, ബീറ്റ. പിന്നെ വരുന്നത് ഒരു ഇത് നമ്മൾ ഇട്ടേക്കുന്ന അപ്രോക്സിമേറ്റ്ലി എന്നുള്ളതാണ് കേട്ടോ. ആ സിമ്പിൾ കാണിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി. ഏതെങ്കിലും ചിലപ്പോ ഒരെണ്ണം ചോദിക്കാം, എന്നാലും ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യത്തെ എക്സാമിന് മാത്രം ഒരു സിമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും എക്സാമിന് ഒരു എക്സാമിന് മാത്രം ഒരു സിമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആൽഫയുടെ ആയിരുന്നു ചോദിച്ചത്, ആൽഫയുടെ സിമ്പിളാ ചോദിച്ചത്. ആൽഫ, മറ്റേത് ബീറ്റ, പിന്നെ അടുത്തത് അപ്രോക്സിമേറ്റ്ലി, പിന്നെ X2 എന്ന് പറഞ്ഞ റൈംസ് ടു, പിന്നെ സ്ലാഷ് എന്നുള്ളത് അതിന്റെ പെർ എന്നുള്ളത് കാണിക്കുന്നതാണ്. പിന്നെ അടുത്തറിയാം ഈക്വൽ ഇട്ടിട്ട് ഒരു വര ഇട്ട് കഴിഞ്ഞാൽ എന്താ? നോട്ട് ഈക്വൽ. പിന്നെ ഇതറിയാലോ നിങ്ങൾക്ക്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ സിമ്പിളുകള്. പിന്നെ ക്വസ്റ്റ്യൻ കാണിക്കുന്ന ക്വസ്റ്റ്യനബിൾ, പോസിബിൾ എന്നുള്ളത്. പിന്നെ അടുത്തത് ചേഞ്ച്. പിന്നെ അടുത്തത് സിമ്പിൾ വരുന്നത് നെഗറ്റീവ്, അറിയാലോ, ഒരു വര ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവിനെയാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് 326 മെയിലും ഫീമെയിലും. ഓക്കെ, മെയിലിന് എങ്ങനെയാ? പ്ലസ് ആണ്, ശ്രദ്ധിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ സെക്ഷനിൽ എഴുതുമ്പോ മെയിലും ഫീമെയിലും കാണിക്കുന്നത് ഇങ്ങനെ മെയിലും ഫീമെയിലും ലെറ്റേഴ്സിൽ എഴുതല്ല ചെയ്യുന്ന, ആ മെയിലിന്റെ സിമ്പിൾ ആണ് ഇടുന്നത്. അത് 0 ഇട്ടിട്ട് അടിയിൽ പ്ലസ് ഇട്ട ഫീമെയിലിനെ കാണിക്കുന്നതാണ്. മെയിൽ ആണെങ്കിൽ 0 ഇട്ടിട്ട് മുകളിലേക്ക് ഒരു ആരോ മാർക്ക് കാണിക്കാം, അത് മെയില്. മെയില്, ഫീമെയിൽ സിമ്പിള്. അത് സെക്ഷൽ ഇതിനകത്തൊക്കെ എഴുതുമ്പോൾ ഈ സിമ്പിൾ ആണ് അവിടെ മെയില് ഫീമെയിലിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും 327 അബ്രിവേഷൻ ആണ് ഉള്ളത്. ഇതിനകത്തുനിന്ന് നിങ്ങൾ ഒരു 2-3 സിമ്പിൾ ആണ് നോട്ട് ചെയ്ത് വെച്ചോ. അതിനകത്ത് ഞാൻ പറഞ്ഞ ആൽഫ നമ്മുടെ ചോദിച്ചിട്ടുള്ള കേട്ടോ. WT അറിയാലോ, വെയിറ്റ്. എത്രാമത്തെ? 304. 304 WT എന്ന് പറഞ്ഞത് വെയിറ്റ് ആണ്, വെയിറ്റ്. നെക്സ്റ്റ് മൈക്രോന്റെ സിമ്പിൾ നോക്കി വെച്ചോ, മൈക്രോന്റെ മൈക്രോ. പിന്നെ അടുത്ത ആൽഫ, ബീറ്റ. ആൽഫയുടെ ബീറ്റയെ നോക്കിക്കോ, ആൽഫ, ബീറ്റ. 314, 315, 316. പിന്നെ അടുത്തത് ലാസ്റ്റ് നോക്കി, ആ ത്രികോണം പോലെ ഇരിക്കുന്ന അതിനെ സൂചിപ്പിക്കുന്ന ചേഞ്ച് എന്നാണ് കേട്ടോ, ചേഞ്ച്. നെക്സ്റ്റ് നെഗറ്റീവ്. അത്രയും മതി. പിന്നെ മെയിലും ഫീമെയിലും അറിയാലോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതൊക്കെ നിങ്ങൾ ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ്, പ്രൈമറി, സെക്കൻഡറി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിന് ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ. 304, 304, 314, next 315, 316, 324, 325. ഇത്രയും സിമ്പിളുകളും അതിന്റെ അത്രയും പഠിച്ചു വെക്കുക. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, അബ്രിവേഷൻ എന്നുള്ളത് കെമിക്കൽ ടെർമിനോളജിയുടെ. ഇനി ശരണ്യ മിസ്സിന്റെ
അത് നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ആ ഫസ്റ്റ് സെക്ഷൻ. റൂട്ട് വേർഡ്സ് ഇനി തുടങ്ങിയില്ലേ? റൂട്ട് വേർഡ്സ് തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല അല്ലെ? അപ്പൊ റൂട്ട് വേർഡ്സും കൂടി വരുന്നുണ്ട്. അതിപ്പോ നിങ്ങക്ക് ശരണ്യ മിസ്സിന് വെനസ്ഡേ അല്ലെ? വെനസ്ഡേ അല്ലേ ഇനി ക്ലാസ് വരുന്നേ? അതോടുകൂടി ടീച്ചർ തീർക്കും. അപ്പൊ നിങ്ങളുടെ നിഷ മിസ്സിന്റെ ഇന്ന് തീർന്നു, നമ്മുടെയും ഇന്ന് തീർന്നിട്ടുണ്ട്. നമ്മുടെ തീർന്നായിരുന്നു, മുന്നേ തന്നെ തീർന്നായിരുന്നു. പിന്നെ ശരണ്യ മിസ്സിന്റെ ഒരു ചാപ്റ്റർ ടീച്ചറിന് ഫുള്ള് ഇത് തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ അതിൽ നിന്ന് നമുക്കല്ലേ കൂടുതൽ പീരീഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ കുറച്ച് പോർഷൻ ഞാൻ ഡിവൈഡ് ചെയ്തെടുത്ത. എന്തായാലും എന്നെ ഏൽപ്പിച്ച ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അബ്രിവേഷൻസ് ആയിരുന്നു, നമ്മൾ അതങ്ങ് തീർത്തിട്ടുണ്ട്. പിന്നെ ഇനി ആർക്കിടെ തീരാനുള്ളേ? ട്രീസാമാന്റെ തീർന്നില്ലേ? ട്രീസാ മിസ്സിന്റെ തീർന്നില്ലേ? തീർന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലേക്ക്? ആരുമില്ല. ഓക്കെ, ഇനി ആരുമില്ല. എസ് എന്നൊക്കെ ഇട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇനിയിപ്പോ എക്സാം ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പോർഷൻസ് കഴിഞ്ഞു. ഇനി തീർക്കാനുള്ളത് ശരണ്യ മിസ്സിന്റെ റൂട്ട് വേർഡ്സ് ആണ്. അത് വെനസ്ഡേ ടീച്ചർ തീർക്കും. അപ്പൊ വെനസ്ഡേ നമുക്കപ്പോ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് ഇനി വെനസ്ഡേ ഒരു പീരീഡും കൂടി നമുക്ക് എക്സാമിന് മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ആയിട്ടില്ല എന്ന് വെച്ചാൽ വേറൊരു ബാച്ചിന് ഇപ്പൊ എക്സാം മെയിൻ എക്സാം നടക്കേണ്ട സമയമായേക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടാവോ, ഇനി ഓണത്തിന് മുന്നാണോ ഓണം കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്നുള്ളത് ഡേറ്റ് ഇവിടുന്ന് ഡിക്ലെയർ ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സാം എന്താന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ അറിയിക്കും. ഇതിന് മുന്നേ തന്നെ പഠിക്കാനും നിങ്ങൾക്ക് സമയം തരും കേട്ടോ. ഒരുപാട് ദിവസങ്ങളില്ലെങ്കിലും എങ്ങനെയായാലും ഒരാഴ്ചയോളം കിട്ടേണ്ടതാണ്. അതിപ്പോ ഡേറ്റ് നമുക്ക് എന്നാന്ന് അറിഞ്ഞാലാണ്. എന്തായാലും ഞങ്ങളുടെ ചാപ്റ്ററുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ മിക്കവാറും വെനസ്ഡേ ഇനിയിപ്പോ നിങ്ങളുടെ ശരണ്യ മിസ്സിന്റെ കൂടി തീർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് വെനസ്ഡേയും കൂടി ഉണ്ടാവും. അപ്പൊ വെനസ്ഡേ നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. എല്ലാ ചാപ്റ്ററിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ കുറച്ച് സെക്ഷനൊക്കെ നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടതാണ് അല്ലേ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. അവിടെ ഇല്ലേ? ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ 1-2 ചാപ്റ്റർ ഒക്കെ ആയിട്ട് നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തിയതാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞോ. ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ ഒരെണ്ണോടെ ഉണ്ടല്ലോ വെനസ്ഡേ. അപ്പം റിവിഷൻ ആണോ മിസ്സിന്റെ ക്ലാസ്സിൽ? അത് ഞാൻ റിവിഷൻ തരാം. നമുക്ക് എല്ലാ ചാപ്റ്റർ വൈസും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാനിപ്പോ തരുന്ന ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററും നമുക്കൊന്ന് എക്സാമിനുള്ളത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ലോണ്ട്രി ലിനൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തേക്ക് വന്നില്ല, അറിയാലോ. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെനസ്ഡേ ആ ഒരു മണിക്കൂർ കിട്ടുമ്പോൾ എല്ലാ ചാപ്റ്ററും നമുക്കൊന്ന് ആദ്യം മുതലുള്ളത് റിവൈസ് ചെയ്യാം. നിങ്ങൾ ആ പേപ്പറൊക്കെ ഫസ്റ്റ് സെക്കൻഡ് പേപ്പറിന്റെ കൂടി ആയിരിക്കും എക്സാം. അതൊക്കെ ഡീറ്റെയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇട്ട് തരൂ കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മുടെ കുറച്ച് ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പൊ അത് ഒരുവിധമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ലാസ്റ്റ് എടുത്ത ആ ഒരു ചാപ്റ്റർ മാത്രം നമ്മൾ 1-2 ചാപ്റ്ററാണ് ടെസ്റ്റ് പേപ്പർ ഇടാത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഒരുവിധം നോക്കിയേക്കണെയാണല്ലോ. എന്തായാലും അപ്പൊ ഒന്ന് ആദ്യം മുതലുള്ളത് ഒന്ന് നോക്കാം. അത് ഇപ്പോ നിങ്ങക്ക് അത് കറക്റ്റ് ഇതായിട്ടില്ല. മറ്റവർക്കുടെ എക്സാം ഇപ്പൊ മെയിൻ്റെ സമയം ആയതുകൊണ്ടേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മിക്കവാറും അങ്ങനെയായിരുന്നു കൊടുക്കാറ്. ഫസ്റ്റും സെക്കൻഡും കൂടി ഒറ്റ എക്സാം ആണ് തരാറ്. ഫൈനൽ വരുമ്പോഴത്തേക്കൊക്കെയാണ് ഫൈനലിന്റെ മോഡലൊക്കെ വരൂലേ, ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കൊക്കെയാണ് ഫൈനൽ മോഡലൊക്കെ വരുമ്പോൾ ഓരോ 4 പേപ്പറും തിരിച്ച എക്സാം ഒക്കെ ആയിരിക്കും. മെയിൻ എക്സാം പോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരു എക്സാം തന്നത്. ഇനിയിപ്പൊ എന്താണ് ഞാൻ കറക്റ്റ് ഇപ്പൊ പറയുന്നില്ല എന്നുവെച്ചാൽ ഡീറ്റെയില് മൊഡ്യൂൾ 1 മാത്രമേ ഉള്ളൂ മിസ് എക്സാം കേട്ടോ. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് ക്ലാസ്സിൽ പറഞ്ഞു. ആരാ പറഞ്ഞേ? സാർ അങ്ങനെ അത് മെയിൻ എക്സാമിനാണ്. ഓരോ മൊഡ്യൂളും ഓരോ എക്സാമിനാണ്. മെയിൻ എക്സാമിനായിരിക്കും നിങ്ങൾക്ക് ഓരോ പേപ്പർ തിരിച്ച് 4 എക്സാം തരും ഓരോ പേപ്പറിന്റെയും. എന്നിട്ട് അതുപോലെ തന്നെയായിരിക്കും.
ഇപ്പൊ മിക്കവാറും എങ്ങനെയാണ് തരാറ്, ഫസ്റ്റ് സെക്കൻഡും മൊഡ്യൂള് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടിന്റെയും കൂടി ചേർത്തിട്ട് ഒരു എക്സാം ആണ് നിങ്ങൾക്ക് തരാറ്. എന്തായാലും അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ടൈം ടേബിൾ എല്ലാവരും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. എന്നിട്ട് പഠിക്കാനും കുറച്ച് എന്തായാലും ഒരാഴ്ചയെങ്കിലും തരാതിരിക്കില്ല. ഇനിയിപ്പോ അതാ ഞാൻ പറഞ്ഞേ, ഇനിയിപ്പോ എക്സാം എങ്ങനെയാണ്, ഓണത്തിന് മുന്നുണ്ടാവോ ഓണം കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും പേപ്പർ തിരിച്ച ഫസ്റ്റും സെക്കൻഡിന്റെ മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യ മിസ്സിന്റെ മാത്രമേ ഉള്ളൂ അത് വെനസ്ഡേ തീർക്കുന്ന ടീച്ചർ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയായാലും നിങ്ങൾ ഓണം കഴിഞ്ഞ് മതിയായിരുന്നു എന്നൊക്കെ ഇവിടെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡേറ്റ് ഇവിടെ ഇതായിട്ടില്ല, ഓഫീസിൽ ഞങ്ങൾക്ക് ഇവിടേക്ക് വന്ന് കിട്ടിയിട്ടില്ല ഡേറ്റ് എങ്ങനെയാണുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കാം. നമ്മുടെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എക്സാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല, നമുക്ക് പിള്ളേർക്കും എക്സാം നടക്കുകയാണല്ലേ ഇപ്പൊ, അതിന്റെ ഒരു തിരക്കിലായിരിക്കും അല്ലെ. നാളെയല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യുക അവർക്ക്, സ്റ്റേറ്റിലെ പിള്ളേർക്കൊക്കെ നാളെയാണ് എക്സാം തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലെ. മോനൊക്കെ നാളെയാണ് തുടങ്ങുന്നത് അല്ലേ? അതെ മാം, അതെ. ഓക്കെ, നാളെ തുടങ്ങും അല്ലെ. അതിന്റെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള തിരക്കായിരിക്കും അല്ലെ നിങ്ങക്ക്? അതെ. ഓക്കെ, അപ്പൊ അവർക്കിടെ പരീക്ഷ കഴിയട്ടെ അല്ലെ, എന്നിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. അവരൊക്കെ പിന്നെ എക്സാം കഴിഞ്ഞാൽ പിന്നെ അവര് ഫ്രീ ആയല്ലോ, പിന്നെ പഠിക്കൂല്ലോ അല്ലെ. എക്സാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കണമായിരിക്കും, ബുക്ക് അടങ്ങി തന്നെ ഇരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ, പിന്നെ അവരെ പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. എന്തായാലും ഡേറ്റ് നിങ്ങൾ അടുത്ത ദിവസം തന്നെ അറിയിക്കൂ കേട്ടോ. പിന്നെ എക്സാം എങ്ങനെയാ വന്നത് എന്നുള്ളത് എന്തായാലും ഇങ്ങനെയാണ് കൊടുക്കാറ്. ഫസ്റ്റ് സെക്കൻഡും പേപ്പർ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു എക്സാം ആയിട്ടാണ് കൊടുക്കാറ്. മെയിൻ ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വരും, മെയിനും അതിന്റെ മോഡലിലും അങ്ങനെയായിരിക്കും. എന്തായാലും കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻഫോം ചെയ്യും, ടൈം ടേബിളും തരും. പഠിക്കാൻ എന്തായാലും സമയം ഉണ്ടാവും. ഇന്നിപ്പോ തന്നിട്ട് നാളെ എക്സാം അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. ഒരാഴ്ച എന്നെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടേണ്ടതാണ്. ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ടാണോ മുന്നാണോ എന്നുള്ളത് മാത്രമേ ഒരു ഇതുള്ളൂ, ഡേറ്റും കാര്യങ്ങളെയും അത് നിങ്ങളെ അറിയിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ബുധനാഴ്ച നമുക്ക് എല്ലാ ചാപ്റ്ററും എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഈ അബ്രിവേഷൻ ആണെങ്കിൽ ഇനി ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പേജൊക്കെ നോട്ട് ചെയ്യാത്തുണ്ടോ, കിട്ടാത്തുണ്ടോ നിങ്ങൾക്ക്? നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഏതെങ്കിലും വേർഡ്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് പോകാത്തതുണ്ടോ വെച്ചാൽ, അല്ലെങ്കിൽ ഇത് 327 എണ്ണോ നിങ്ങൾ കുത്തിപ്പിടിച്ചിരിക്കുക ഇരുന്ന് പഠിക്കാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു പേജിൽ 4 5 ഒക്കെയാണ് മാക്സിമം, 6 അതിൽ കൂടുതൽ ഒറ്റ പേജിൽ തന്നിട്ടില്ല. ഓരോ പേജിൽ നിന്ന് 4 5 എണ്ണൊക്കെ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. എന്തായാലും ഇതിൽ നിന്ന് ഉണ്ടാവും, ഈ ഒരു സെക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അബ്രിവേഷൻ എന്നുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, അബ്രിവേറ്റഡ് ഫോം മാത്രമുണ്ട്, അതും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്തിടുക. പിന്നെ എന്താ വെച്ചാൽ എക്സാമേ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ശരിയാണ്. പെട്ടെന്ന് തിരക്ക് പിടിക്കണ്ട, വെച്ചാൽ ആവശ്യത്തിനുള്ള സമയമുണ്ട്. നമ്മൾ എഴുതാണ്ടല്ലോ, കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി. ഇപ്പൊ മിക്കവരും എക്സാം കഴിഞ്ഞ് പറയുന്ന കാര്യം, അയ്യോ മിസ്സേ ശ്രദ്ധിച്ചില്ല എന്നാ പറയണേ. ചിലപ്പോൾ ആൻസർ അറിയില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോ പെട്ടെന്ന് ആ തിടുക്കത്തിനും വെപ്രാളത്തിനും പിന്നെ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ടെൻഷൻ ആയിരിക്കുമല്ലോ, എങ്ങനെയായോ കറക്റ്റ് ആവോ അല്ലെങ്കിൽ നമുക്ക് ഇതാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഓർക്കട്ടെ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് വായിക്കുക, ഈ മോക്ക് ടെസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ലാസ്റ്റ് തന്നേക്കുന്ന ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ നമ്മുടെ പ്രിന്റ് നോട്ട് വായിക്കുക, ഇത്രയൊക്കെ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് സമയം ഉണ്ടാവും, എന്തായാലും ഒത്തിരി സമയം ഉണ്ടാവും. ആർക്കും ഇതുവരെ സമയം തികയാതിരുന്നിട്ടില്ല. ടൈം ടേബിൾ നിങ്ങൾക്ക് തരും കേട്ടോ. അടുത്ത ഇന്ന നാളെയൊക്കെ ആയിട്ട് ടൈം ടേബിൾ തരേണ്ടതാണ്. ഇനിയിപ്പൊ അത് എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പോ ഓണം കഴിഞ്ഞാണോ എക്സാം, അത് മാത്രമാണ് ഒരു ഇതുള്ളൂ. ഓണത്തിന് മുന്നായിരിക്കും എന്നുള്ളത്, രാവിലെ ആണോ അതറിയാം. ഓരോ ബാച്ചുകൾക്കും അനുസരിച്ച് നമുക്ക് ടൈം ഷെഡ്യൂളിൽ വ്യത്യാസം ഉണ്ടാവില്ല, അതാണ് കറക്റ്റ് ആയിട്ട് പറയാത്തത്. ഇപ്പൊ നമ്മൾ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല, ഓരോ ഇപ്പൊ മറ്റേ ബാച്ചിനും എക്സാം അവർക്കുടെ മെയിൻ എക്സാം മോഡലൊക്കെ അവർക്കുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് മെയിൻ എക്സാം ആണ്. അതിന്റെ നിങ്ങളുടെയൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ ടൈമും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. എന്തായാലും നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ തിരക്കാണ്, അതിന്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇന്ന് പഠിച്ചോ. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ദിവസം ലീവ് ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾക്കൊന്ന് റെഡി ആവാൻ, പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം നിങ്ങൾ പിള്ളേരാണെങ്കിൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി ടൈം ഉണ്ടല്ലോ,
അപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ ഇതുപോലെ നമ്മൾ ക്ലാസ്സിൽ കയറുന്ന ഈ ഒരു സമയം ഇരുന്ന് പഠിച്ചാൽ മതി നിങ്ങള്. എങ്ങനെയായാലും നമ്മൾ 10:30 മുതൽ 12:30 വരെ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുകയാണ്. ആ ഒരു ടൈം നിങ്ങൾ ഇതുപോലെ ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അന്നേരം ആ ഒരു ടൈം നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരുവിധമൊക്കെ എല്ലാവർക്കുടെയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? മിസ് ഈ റൂട്ട് വേർഡ്സിലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അത് മിസ് പറഞ്ഞു തന്നില്ലേ? അല്ല മിസ് ഇമ്പോർട്ടന്റ് എക്സാമിന് വരുന്നത് മാത്രമായിട്ട് മിസ് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാതെ ബോഡി പാർട്സ് ഏതൊക്കെയാ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടേക്കുന്നത്. ഉണ്ട് അതിനകത്ത് മൊത്തം ടോട്ടല്. ഞാൻ ആ ഒരു സെക്ഷൻ നോക്കിയില്ല എന്നുവെച്ചാ എത്ര ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട്. സ്റ്റാർട്ട് ചെയ്തില്ല. മിസ് പറഞ്ഞു നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. വായിച്ചു നോക്കിയാൽ മതി അല്ലേ? ഞാനൊന്നും മിസ്സിന് ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടല്ലോ, മിസ്സിനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. എന്നുവെച്ചാൽ ഫുള്ള് ഇപ്പൊ ഇത്രയും കുത്തിയിരുന്ന് പഠിക്കാന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് തന്നത്. ഒരു ചാപ്റ്റർ അല്ലേ ഇതായുള്ളൂ. മാം പറഞ്ഞ പോലെ എക്സാമിന് വരുന്നത് മാത്രം ടിക്ക് ചെയ്ത് തന്നായിരുന്നെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരുന്നു. അത് ഞാൻ പറയാം കേട്ടോ. ഞാൻ ടീച്ചറിനോട് പറഞ്ഞേക്കാം. പിന്നെ ഇത്രയും നിങ്ങൾ പഠിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അത് ടീച്ചറിനോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ. എത്ര റൂട്ട് വേർഡ്സ് ഉണ്ട് മൊത്തം? 79 അല്ലേ? 79 പഠിക്കാണ്ട്. ഓക്കെ. നമ്മുടെ ഇതിന്റെ ഒരു ചെറിയ പോർഷൻ ആ ഒരു പേജിൽ വരുന്നുണ്ടല്ലേ, 79. അത് ഞാൻ മിസ്സിനോട് പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. എന്നുവെച്ചാൽ നമുക്കറിയാലോ ഏകദേശം ചോദിച്ചിട്ടുള്ളതും ഒക്കെ അത് തന്നെയൊക്കെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കാറും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇതായിട്ട് പറഞ്ഞത്. നിങ്ങൾ എക്സാമിന്റെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യും. അതിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാൻ ടിക്ക് ചെയ്ത് തന്നല്ല അബ്രിവേറ്റഡ് ഇതല്ലാത്ത ആണെങ്കിലും ഞാൻ മാറ്റി തരും. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പഠിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഷുവർ ആയിട്ട് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് തരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്തതാണെന്നുള്ളത് ടെൻഷൻ അടിക്കണ്ട. ഈ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഒരു ഇതിനകത്തൊക്കെ പഠിപ്പിക്കാത്ത വന്നാലും ഞങ്ങൾ അത് മാറ്റി നിങ്ങൾ പഠിപ്പിച്ചതാക്കി തരും. ഇപ്പൊ നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് മാത്രം അബ്രിവേഷനിൽ നിന്ന് പഠിക്കുക കേട്ടോ. പഠിച്ചാൽ മതി. ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മറ്റത് ഞാൻ ശരണ്യ മിസ് അല്ലേ, ശരണ്യ മിസ്സിനോട് പറഞ്ഞേക്കാം. അടുത്ത ക്ലാസ്സിൽ മിസ്സും അത് ടിക്ക് ചെയ്ത് തരും കേട്ടോ, റൂട്ട് വേർഡ്സ്. അപ്പൊ അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. റൂട്ട് വേർഡ്സ് മാത്രമല്ല മിസ്, പ്രിഫിക്സും സഫിക്സും ടിക്ക് ചെയ്ത് തന്നിട്ടില്ല. അല്ലാതെ ബോഡി പാർട്സ് ഏതൊക്കെയാ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്കാം. ഓക്കെ. പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് മുന്നാണ്. സാറില്ല, ഇത് അപ്ലിക്കേഷൻ കേട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ബൈ. അപ്പൊ വെനസ്ഡേ നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ.